അപ്പോൾ ഗൈസ് നമ്മളിതേ ഫുഡ് കോർട്ടിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗെയിമിങ്ങിൻ്റെ ഏരിയയിലാണ്. ഇതൊരു ബൈക്കിൻ്റെ ഗെയിമാണ്. ഞാനതിലൊക്കെ കയറിയിരുന്നു. അതിനൊക്കെ കളിക്കാൻ ടിക്കറ്റ് വേണം കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ഓരോ സാധനങ്ങൾ ഷൂട്ട് ചെയ്തിടുന്ന ഗെയിമായിരുന്നു. ഇതൊരു റൂം പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കളിക്കുന്നതായിരുന്നു. അതിനൊക്കെ ടിക്കറ്റ് വേണം. അപ്പൊ ഗൈസ് ഞാൻ കുറെ ആവേശം കൊണ്ട് നടക്കാണ്. വേറെ യൂണിക്കോണൊക്കെ ഉണ്ട്, അത് തിരിയണതാണ്. അതിനോ ടിക്കറ്റ് വേണം. ടിക്കറ്റിനൊക്കെ നല്ല പൈസയാണ്. ഇതൊരു മീനിൻ്റെ ഗെയിമാണ്. ഇത് ബാറ്റ്മാനും ആണ്. ഇത് എന്തോ ഒരു ഗെയിമാണ്, മ്യൂസിക്കിൻ്റെ ആണ്. ഇത് വെടിവെച്ചിടുന്ന ഗെയിം തന്നെയാണ് കേട്ടോ. ഇതൊരു ഇംഗ്ലീഷ് ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഫയർഫോഴ്സിൻ്റെ വണ്ടിയായിരുന്നു. അത് കിടന്ന് കുലുങ്ങും. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ. കോയിനൊക്കെ ഇടണമെന്ന് പറയുന്നുണ്ടായില്ല, ഇൻട്രസ്റ്റ് കോയിന്ന്. ഞാൻ അതിൽ ആ കാറ് തിരിക്കണ പോലെ തന്നെ ഞാനും തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പേര് ഏലിയൻ ബൂഗി പെട്രോൾ എന്നാണ്. അപ്പം ഗൈസ് വേണം. അത് മാത്രമല്ല, കുറേ ഗെയിമുകളുണ്ട്. വലിയൊരു സ്ഥലമാണ് ഇബമ്പത്തൂത്ത്. അപ്പം ഗൈസ് നമ്മളുള്ളത് ഇപ്പോൾ ടുണീഷ കോർട്ടിലാണ്. പിന്നെ ഉള്ള ആകാശം പോലെയൊക്കെ ഉണ്ട്. സൈഡിൽ മാക്സിന്റെ കടയാണ്. അപ്പൊ ഇതൊരു പഴയ തുണി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുള്ളത് ഈജിപ്ത് കോർട്ടിലാണ്. അപ്പം നമ്മൾ വന്നത് പേർഷ്യൻ കോട്ടിന്നാണ്. ഒരു പഴയ ഈജിപ്ഷ്യൻ തനിമയിലുണ്ടായിരുന്നു. പഴയ ഈജിപ്തിനെ സ്മരിക്കും വിധം കെട്ടിടങ്ങൾ. അപ്പോൾ ഗൈസ് ഞാനൊരു മൊമോസോ കണ്ടു. അപ്പം അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ കയറി.
അപ്പൊ കയറി ചെന്നപ്പോ തന്നെ അവിടെ നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഇത് ബാത്ത് ബോംസ് ആണ്, നല്ല ഭംഗിയുള്ള ബാത്ത് ബോംസ് ഉണ്ടായിരുന്നു. ഇത് പാൻഡയുടെ ബാത്ത് ബോംബ് സോപ്പ് ഉണ്ടായിരുന്നു, സോപ്പാന്ന് തോന്നുന്നുണ്ടത്. അതേപോലെ കുറെ സോപ്പുകളുണ്ടായിരുന്നു, മേക്കപ്പ് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബ്ലാക്ക് ഹെഡ് റിമൂവറൊക്കെ സൈഡിലുണ്ടായിരുന്നു. ഇത് ടിഷ്യൂസ് ഒക്കെയാണ്, ബാഗും ഉണ്ടായിരുന്നു അവിടെ, നല്ല ഭംഗിയുള്ള ബാഗ്. പിന്നെ ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റ്, ഇതൊരു പെണ്ണിൻ്റെ ലോകം തന്നെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള പെന്നോള്, പൂവിൻ്റെ ഷേപ്പിലുള്ള പെന്നോളൊക്കെ, ഇത് സക്കൂറയുടെ ഷേപ്പിലുള്ള പെന്നാണിത്. അപ്പൊ കണ്ടില്ലേ, ഇവിടെ ഡൈനോസർ കടിക്കണ പെന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ സെക്ഷൻ മുഴുവനും ചെരുപ്പായിരുന്നു മുമ്മൂസോടെ. അപ്പൊ ഇതാണ് ആ ഡൈനോസർ കടിക്കണ പെന്ന്. അപ്പൊ ഗൈസ് ഞാൻ പോവാണ്. ഗൈസ് ദേ നല്ല ഭംഗിയുള്ള കുപ്പിയോള്. ഗൈസ് ദേ മുമ്മൂസോന്റെ ലഞ്ച് ബാഗ്. ദേ കുറെ ചെരുപ്പുകൾ. അങ്ങോട്ട് പോവാം. ബോയ് നല്ല ക്യൂട്ടായിട്ടുള്ള ആ പൂച്ചക്കുട്ടി. അപ്പൊ അവിടെ എലിക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇവിടെ കുറെ കാറുകളും ഉണ്ട്. ഇതാ കുറെ ആസ്ട്രോണറ്റ്സ് ആണ്. അപ്പൊ ഇത് മുമ്മൂസോന്റെ കീബോർഡായിരുന്നു. അപ്പൊ പിന്നെ കുറെ വലിയ വലിയ പാവകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ കുറെ ഫാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഫുൾ ഇലക്ട്രിക് ആയിരുന്നു കേട്ടാ.
തൊപ്പികളുടെ സെക്ഷൻ ആയിരുന്നു. നമ്മൾ ആറമ്പിയിലാണ്. ഇവിടെ കുറേ ഹലോ കിറ്റിയുടെ ബാഗുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ട എല്ലാ തരം കുഞ്ഞു കുഞ്ഞു ബാഗുകളും പൗച്ചുകളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അമ്മുക്കുട്ടി എടുത്ത ബാഗ് അവൾക്കത് ഒരുപാട് ഇഷ്ടമായിട്ട് എടുത്തതാണ്, നീല കുഞ്ഞിത്. അതുപോലെ കുട്ടികളുടേതായ കാർട്ടൂൺ ക്യാരക്ടേഴ്സുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ബാർബിയുടെ ബാഗുകൾ ഒരുപാടുണ്ടായിരുന്നു. ഡ്രസ്സ് ബനിയൻ ടൈപ്പ് ഡ്രസ്സുകളാണ് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. ടോപ്പുകൾ അതിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഭാഗം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സുകൾ, ഉടുപ്പുകൾ അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പലതരം ഡ്രസ്സുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല നല്ല ഭംഗിയുള്ള നല്ല ഡ്രസ്സുകളാണുള്ളത്. നല്ല വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് എന്തായാലും അവിടെ പോയാൽ ഇഷ്ടപ്പെടുന്ന പല മോഡല് തരത്തിലൊക്കെയുള്ള പാൻറ്റുകളായാലും ട്രൗസേഴ്സ് ആയാലും ഷർട്ടുകളായാലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മുടെ എൽസയുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ അമ്മുക്കുട്ടിക്ക് ആ ബാർബിയുടെ ഉടുപ്പ് നല്ല ഇഷ്ടമായി. എൽസയുടെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾ നടന്നിരുന്നത്. പിന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് നല്ല നല്ല ചെരുപ്പുകൾ, ട്രാവൽ ബാഗുകൾ, അതിൻ്റെയൊക്കെ സെക്ഷനുകളായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഇവിടെ പല ബ്രാൻഡുകളുടെ ഷൂകൾ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇത് ഒക്കെ കുട്ടികളുടെ ചെരുപ്പുകളായിരുന്നു. ഒക്കെ വളരെ മനോഹരമായ ചെരുപ്പ്, കുട്ടികൾക്ക് പറ്റിയ ഷൂ ഒക്കെ നല്ല ഭംഗിയുള്ളത് ക്യാരക്ടേഴ്സുള്ള ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. മാർവൽ, മിക്കി മൗസ്, പിന്നെ ഹലോ കിറ്റിയിലൊക്കെ പല തരത്തിലുള്ള ഷൂകളുണ്ടായിരുന്നു. ലേഡീസിനുള്ള ഷൂസും നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗുകൾ, നല്ല ഭംഗിയുള്ള സ്കൂൾ ബാഗുകൾ, ബുക്കുകൾ, അതേപോലെ അതിനനുസരിച്ചിട്ടുള്ള ടിഫിൻ ബാഗ്, ലഞ്ച് ബോക്സ് എല്ലാതും ഇവിടെ തന്നെ ഒരു മൊത്തത്തിലുള്ളത് നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് പൗച്ചുകൾ, കുപ്പി എല്ലാതും ഒരേ മോഡലിൽ നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ. ഇതിപ്പോൾ അമ്മു ലഞ്ച് ബോക്സ് ആണ് എടുത്ത് നോക്കുന്നത്. ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുടിയുമിടുന്ന ഹെയർ ആക്സസറീസുകൾ ഒരുപാടുണ്ടായിരുന്നു. അത് പോയി നോക്കുന്നുണ്ട്. ആ കൊറിയൻ ബോ ആണെന്ന് പറഞ്ഞിട്ടാണ് ആൾ എടുത്ത് നോക്കിയിരുന്നത്.
ഇവിടെയൊക്കെ ലേഡീസിൻ്റെ സാധനങ്ങളാണ്. നെയിൽ പോളിഷ്, മേക്കപ്പ് കിറ്റുകളൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഫുൾ മേക്കപ്പ് സാധനങ്ങളായിരുന്നു. നമ്മുടെ ഐലൈനർ, ഒരുപാട് തരത്തിലുള്ള ക്യൂടെക്സുകളൊക്കെ ഉണ്ടായിരുന്നു. കൺപീലികൾ, ഹാൻഡ് ബാഗുകളിൽ ഒരു നല്ല ഭംഗിയുള്ള ഹാൻഡ് ബാഗുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ പൗച്ചുകളൊക്കെ. ഇവിടെ ലേഡീസ് ഫാൻസി ഐറ്റംസ് ധാരാളം ഉണ്ടായിരുന്നു. വള, മാല, സെറ്റ്, കമ്മലുകൾ എല്ലാതും ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയുള്ള ലേഡീസ് ഐറ്റംസുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇയറിങ്സുകളൊക്കെ ഒരുപാട് ഭംഗിയുള്ളതുണ്ടായിരുന്നു. അതുപോലെ മുടിയുമിടുന്ന ക്ലിപ്പുകളും ഒക്കെ, കുട്ടികൾക്കുള്ള എല്ലാ ആക്സസറീസുകളും നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. ഇവിടെ ബോയ്സിനൊക്കെ പറ്റിയ അഡിഡാസിൻ്റെ ബ്രാൻഡഡ് ആയുള്ള കുറേ ഷൂസുകളും അതൊക്കെ നല്ല ഓഫറുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുകൾ എല്ലാതും ഉണ്ടായിരുന്നു. നല്ല ഓഫറായിരുന്നു. ഫുൾ അഡിഡാസിൻ്റെ പ്രൊഡക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ലേഡീസ് ബാഗുകളും ലേഡീസ് പേഴ്സുകളൊക്കെ ഉണ്ട്. അതേപോലെ കൂളിംഗ് ഗ്ലാസ്സുകൾ, നല്ല ഭംഗിയുള്ള കൂളിംഗ് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ചപ്പൽസ് നല്ല ഭംഗിയുള്ളതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഹൈ ഹീൽസ് ആയിരുന്നു ഒക്കെ. പിന്നെ ഇവിടെ ലേഡീസിൻ്റെ മേക്കപ്പ് സാധനങ്ങളുള്ള ഒരുപാടുണ്ടായിരുന്നു. മേക്കപ്പ് കിറ്റുകളും ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, ബ്ലഷസ് എല്ലാതും ധാരാളമായിട്ടുണ്ടായിരുന്നു. നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒക്കെ നല്ല അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അമ്മുക്കുട്ടിക്ക് ഇഷ്ടമായ ഒരു ഷർട്ടാണ്. അവളതെടുത്ത് നോക്കുക. നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈയുടെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട്. ബട്ടർഫ്ലൈസിൻ്റെ ഉണ്ട്, ബാഗുകളൊക്കെ ഉണ്ട്. നല്ല ബാഗുകൾ. ഇത് ആ അമ്മുവിൻ്റെ ഡ്രസ്സ് പോലത്തെ നമ്മളൊന്നും എടുത്ത ഡ്രസ്സില്ലേ, വൈറ്റ്.
ഇത് കണ്ടില്ലേ? ഇതൊക്കെ നിന്റെ മോഡൽ ഡ്രസ്സുകൾ തന്നെയാണ്. നല്ല ഭംഗിണ്ടത്. ഇവിടെ കുട്ടികളുടെ ഡ്രസ്സുകളാണ് കൂടുതലുള്ളത്. കുട്ടികളുടെ നൈറ്റ് ഡ്രസ്സുകൾ. അപ്പോൾ അമ്മുക്കുട്ടി ഒരു ഷൂ കൊണ്ടൊന്ന് കാണിച്ചിട്ട് ഇവിടെയൊക്കെ നിറയെ ഷൂവിൻ്റെ കളക്ഷൻസ്, വളരെ ഭംഗിയുള്ള ഷൂസുകളായിരുന്നു കുട്ടികൾക്ക് പറ്റിയത്, ക്യാരക്ടറുള്ളതൊക്കെയാണ്. അമ്മൂന് ആ ഷൂ ഭയങ്കര ഇഷ്ടമായി. എൽസേരിയും ആനേരിയും ഉള്ള ഫ്രോസൻ്റെ ഷൂസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരുപാട് ഷൂസുകൾ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആൺകുട്ടികൾക്ക് പറ്റിയ ബാറ്റ്മാൻ്റെയും അതേപോലത്തെ ക്യാരക്ടേഴ്സുള്ള ഒരുപാട് ഷൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ടോയ്സ്, റാബിറ്റിൻ്റെയും ടോയ്സ്, പിന്നെ ആമേരെ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും പെയിൻറ്റിങ്ങിനും ഒക്കെ പറ്റിയ കുറേ ടോയ്സുകളുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഡോക്ടർ സെറ്റ്, അതാണ്. നല്ല ഭംഗിയുള്ളൊരു ഡോക്ടർ സെറ്റായിരുന്നു. അതിൻ്റെ പാത്രം അടക്കം ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാതും. അതിൻ്റെ ഉള്ളെങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നല്ല ക്യൂട്ടായ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. ട്രോളി ബാഗുകൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ പൗച്ചുകൾ, കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന പെൻസിൽ പൗച്ചുകളൊക്കെ നല്ല ഭംഗിയുള്ള തരം പൗച്ചുകൾ കുറേ ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാം നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സുള്ള പൗച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അമ്മുക്കുട്ടി വാങ്ങി ഈ പൗച്ച് കേട്ടോ. നല്ല ഭംഗിയുള്ള പൗച്ചായിരുന്നു, അതവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ബമ്പത്തു തമാളിലെ R&Bയിലുള്ളതാണ്. ഇതിന് 10 ദിർഹംസോ മറ്റായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അതിനാണ് വാങ്ങി ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ്. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ട്രോളി ബാഗുകൾ, കുട്ടികൾക്ക് പറ്റിയ ട്രോളി ബാഗാണ് അത് ഉണ്ടായിരുന്നത്. ഇത് ഒക്കെ ടിഫിൻ ബാഗുകളാണ്. ലഞ്ച് ബാഗ്, ടിഫിൻ ബാഗൊക്കെയാണ്. അത് പല കളറിലും പല വെറൈറ്റിയിലൊക്കെ കുറേ ഉണ്ട്. നല്ല സെലക്ഷൻ ഉള്ളതാണ്. അതേപോലെ കുപ്പി വയ്ക്കാനുള്ള ബാഗുകളും കൂൾ ബാഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ R&Bന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ അവസാനം ഈ ഷോപ്പിൽ, ഇത് ഡൈസോ ജപ്പാൻ എന്ന് പറഞ്ഞ കടയാണ്. ഇവിടെ അത്യാവശ്യം നല്ല
ഭംഗിയുള്ള സാധനങ്ങൾ അത്യാവശ്യം റേറ്റ് കുറവിലൊക്കെ കിട്ടും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറുള്ള ഒരുപാട് പാത്രങ്ങളും ലഞ്ച് ബോക്സ്, കുപ്പികൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ ഉണ്ണിക്ക് പറ്റിയ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂന്. നല്ലൊരു കടയാണ്. ഒരുപാട് വെറൈറ്റി ആയ സാധനങ്ങൾ ധാരാളം ഉണ്ട്. അത്രയധികം റേറ്റ് ഒന്നും ഇല്ലാണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഒരു സെറ്റ് ഇത് അമ്മു വാങ്ങിച്ചു. അതിലൊരു സ്പൂൺ, ഫോർക്ക്, ഗ്ലാസ്, 2 പ്ലേറ്റ് ഒക്കെ ആയിട്ടാണ്. അത് അത്യാവശ്യം അഫോർഡബിൾ ആ റേറ്റിൽ കിട്ടി. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ എൽസേരെ ഇതായിട്ടുള്ളതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ടിഫിൻ ബോക്സും അതേപോലെ തന്നെയാണ് മേടിച്ചിരുന്നത്. എൽസ ഫ്രോസൻ്റെ, സ്പൈഡർമാൻ്റെ ഉണ്ട്, കാസിൻ്റെ ഉണ്ട്. അമ്മൊക്കെ എൽസേരെ പ്ലേറ്റുകളൊക്കെ വാങ്ങിച്ചത്. ഈ പ്ലേറ്റൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസൊക്കെ ആയിരുന്നു. ഒക്കെ ഡിസ്നി ക്യാരക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഞങ്ങൾ അവസാനമായിട്ട് കയറിയ കട. അപ്പോൾ താങ്ക് യു, ബൈ.